നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നീതീകരിക്കപ്പെട്ടവരെങ്കിൽ കൽപ്പനകളെ ഉപേക്ഷിക്കുന്നത് എന്ത് എന്നുള്ളൊരു സബ്ജക്റ്റാണ്. വാക്യം ഇതാണ്: നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുൻപാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കോണം കാത്തുകൊള്ളുന്നെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. വിശ്വാസത്താലുള്ള നീതീകരണമാണ് പൗലോസ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്കും അവൻ മൂലം വിശ്വാസ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. റോമാലേഖനം 3:10 പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഒരുവൻ നീതീകരിക്കപ്പെടുവാൻ എന്തെല്ലാം ചെയ്യണമെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ മോശ മൂലം ദൈവം കൊടുത്ത കൽപ്പനകളെല്ലാം അനുസരിച്ചാൽ നീതിയുള്ളവരാകും. യഹൂദന് 613 കൽപ്പനകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് തെറ്റിയാൽ സകലവും തെറ്റും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രംഗപ്രവേശനത്തോടുകൂടെ പഴയ നിയമ വ്യവസ്ഥകൾക്ക് എല്ലാം ഒരു മാറ്റം വരുത്തിയിട്ട് പുതിയ വ്യവസ്ഥകളുമായിട്ടാണ് കർത്താവ് മുന്നോട്ട് വന്നത്. ന്യായപ്രമാണത്തിൻ്റെ അവസാനമായി ക്രിസ്തു വെളിപ്പെട്ടുവെങ്കിലും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണം നൽകിയിരിക്കുന്ന മാർഗമാണ് വളരെ ലളിതമാണ്. യഹൂദൻ്റെ 613 കൽപ്പനകളും അനുസരിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന നീതീകരണത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് കർത്താവ് അവലംബിച്ചിരിക്കുന്നത്. വിശ്വാസമുള്ള നീതീകരണം. നീതീകരിക്കപ്പെടാതെ ഒരുവൻ ദൈവമായിട്ട് സമാധാനം ആചരിപ്പാൻ സാധ്യമല്ല. എല്ലാ പ്രമാണങ്ങളും അനുസരിപ്പാൻ മനുഷ്യന് വളരെ ത്യാഗം സഹിക്കണം. ഇത് തിരിച്ചറിഞ്ഞ് കർത്താവ് നമുക്ക് ലളിതമായ രീതിയിൽ തന്നിരിക്കുന്ന വ്യവസ്ഥയാണ് വിശ്വാസാലുള്ള നീതീകരണം. അങ്ങനെ യേശുക്രിസ്തു മൂലമുള്ള വിശ്വാസാൽ നീതീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ പിതാവായ ദൈവവുമായി യാതൊരു ബന്ധമില്ലാതിരുന്ന മനുഷ്യവർഗത്തിന് ദൈവവുമായി സമാധാനം ലഭിക്കാനിടയായിത്തീരും. ആ യേശുവിൻ്റെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹമാണ് ദൈവത്തോട് സമാധാനം ലഭിക്കുവാൻ നീതീകരണം പ്രാപിപ്പാൻ ഇടയായിത്തീരുന്നത്. നമ്മുടെ യാതൊരു യോഗ്യതയും കണ്ടല്ല ക്രിസ്തു നമ്മെ സ്നേഹിച്ച്. നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോഴാണ് പുത്രനായ ക്രിസ്തു നമ്മെ സ്നേഹിച്ച് അവൻ്റെ മരണത്താൽ നമുക്കും ദൈവത്തോട് നിരപ്പും സമാധാനം ഉണ്ടാകുവാൻ കാരണമായത്. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കാതെയും സംശയിക്കാതെയും വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് നീതിയായി കണക്കിടുമെന്ന് ദൈവം അതിന് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും തന്നിരിക്കുന്ന
നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കാൻ നമുക്ക് കണക്കിടുവാനുള്ളതാണ് ആകെ. പ്രിയരെ, നാം ദൈവസന്നിധിയിൽ അയോഗ്യരെന്ന് ആര് സമ്മതിക്കുമോ അവരെയാണ് ദൈവം യോഗ്യരായി എണ്ണുന്നത്. അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഇടയാകുന്നത് അപ്രകാരമാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലം മനുഷ്യവർഗത്തിന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ദൈവത്തോട് നമുക്ക് സമാധാനം ലഭിച്ചു കഴിഞ്ഞു. നിത്യജീവൻ, സൗജന്യ രക്ഷ, പ്രശംസ, അവകാശങ്ങൾ, ക്രിസ്തുവിൽ നാം സൂക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ നമുക്ക് പ്രാപിച്ചെടുക്കാം. ഇതുവരെയും ഈ അനുഭവത്തിലേക്ക് വരാത്തവർ നിങ്ങളുടെ കർമ്മമാർഗ്ഗങ്ങളെ വെടിഞ്ഞ് വിശ്വാസമുള്ള നീതീകരണം പ്രാപിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ന്യായപ്രമാണത്തിൻ്റെ കാഠിന്യം കുറച്ചു തന്ന യേശുവിനെ ജീവിതത്തിൽ ഏറ്റുകൊള്ളുക. നീതീകരണവും സമാധാനം ലഭിക്കും. ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഇന്ന് ഈ പ്രഭാതസമയത്ത് ഈ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആകയാൽ വിശ്വാസത്താൽ നീതീകരണം പ്രാപിപ്പാൻ നിൽക്കണം. ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.